ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് വേറൊന്നല്ല, നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിലുള്ള പ്രാവുകൾക്ക് ചിലപ്പം നീര് വെച്ചിട്ടുണ്ടാവും കുറേ ദിവസമായി വീഡിയോ എടുത്തവർക്ക്. അതുകൊണ്ട് നമ്മൾ പറത്തിച്ചില്ല. അതുകൊണ്ട് ഇന്ന് പറത്തിക്കാൻ പോവുകയാണ്. അതോടൊപ്പം നമ്മൾ നൈറ്റ് കയറ്റാൻ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പ്രാവുകളെ നൈറ്റ് കയറ്റാൻ നോക്കുകയാണ്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്, കുറേ അപ്ഡേറ്റ് പറയാണ്ട്. അപ്പം അതൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, നല്ല മഴക്കാറുണ്ട്. അപ്പം മഴ പെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പം എന്നാലും നമ്മൾ പ്രാർത്ഥിക്കാം. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വെയിലറച്ചുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴൊരു മഴക്കാറുണ്ട്. അപ്പോൾ നമ്മളതിലുള്ള പ്രാവുകളൊക്കെ അവിടെ ഉണ്ട്. മെയിനായിട്ട് കുഞ്ഞിൻ്റെ അപ്ഡേറ്റ് ആണ്. കുഞ്ഞ് കുറച്ചും കൂടി വലുതായി ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടിൻ്റെ അകത്തേക്ക് കയറാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ നിലത്ത് കാണുന്ന ആ കുഞ്ഞാണ് നമ്മൾ ആദ്യം ഉണ്ടായ ഇവിടുത്തെ കുഞ്ഞ്. അത് കുറച്ചും കൂടി വലുപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാവിനാണ് പറത്തിക്കാൻ പോകുന്നത്. ഇതൊന്ന് മര്യാദയ്ക്ക് കാണിച്ചു തരാം. ഇതാ ഈ പ്രാവാണ്. ഇതിപ്പം ഏഴാക്കള്ളി ആയിട്ടുള്ളൂ. അപ്പം കൽമ റിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിനെ ഇനി നമ്മൾ അവായിക്കൂട്ടിലേക്ക് ഇടണം. നമുക്ക് ഇതിനെ അവായിക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, ഈ പ്രാവിനാണ് നമ്മൾ അടുത്ത് പറത്തിക്കാൻ പോകുന്നത്. നമ്മൾ മെയിനായിട്ടുള്ള ആണാണ്. നമ്മളിലുള്ള ആദ്യ ജോഡി ആണാണ്. അപ്പോൾ ഇതിൻ്റെ മേത്തെന്ന് വെച്ചാൽ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചെടുക്കണം. കണ്ടോ, കാൽമേലൊക്കെ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ കഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുളിക്കാൻ വെള്ളം വെച്ചെടുത്താൽ മതി. ഇപ്പം മഴേൻ്റെ സീസൺ ആയതുകൊണ്ട് വെയിലുണ്ടാവുന്ന കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം വെച്ചെടുക്കാത്തത് കുളിക്കാൻ. അപ്പോൾ ഇതിനപ്പം ഞാൻ അവായിക്കൂട്ടിയിലിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് പോലെ അവായിക്കൂട്ടിയിൽ ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഒരു 10 മിനിറ്റ് മുതലായി അവായിക്കൂട്ടിയിൽ ഇരിക്കുന്ന പ്രാവ് ആകാശമൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് സിറിഞ്ചിൽ വെള്ളം അടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ പ്രാവിനായിട്ട് സിറിഞ്ചിൽ വെള്ളം അടിച്ചു കൊടുക്കാം. കൂടുതൽ അടിച്ചെടുക്കാൻ പാടില്ല. ഒരു സിറിഞ്ചിൻ്റെ പാതിയോളമൊക്കെ അടിച്ചു കൊടുത്താൽ മതി. അപ്പം കൂടുതൽ വെള്ളം അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പ്രാവ് പറക്കൂല. അപ്പം ഒരു പാതിയോളം അടിച്ചു കൊടുത്താൽ മതി സിറിഞ്ചിൽ. പക്ഷേ എൻ്റെ ചെറിയ സിറിഞ്ചായത് കൊണ്ടാണ് ഞാൻ ഫുള്ളും എടുക്കുന്നത്. അപ്പോൾ ഗൈസ്, പ്രാവിന് സിറിഞ്ചിൽ വെള്ളം അടിച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് പോലെയായി. അപ്പോൾ പ്രാവ് ഇപ്പോൾ ആകാശമൊക്കെ കണ്ട് എയിമായി വന്നിട്ടുണ്ട്, പറക്കാനുള്ള സെറ്റപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ കർമ്മയൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ നൈറ്റ് കയറ്റാൻ നോക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൊളാവും. ഇപ്പം വലിയ രീതിയിൽ തന്നെ മഴക്കാറുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പ്രാവിനെ വിടാം. അപ്പോൾ ഗൈസ്, ചെറുതായിട്ട് വെയിലൊക്കെ ഇറക്കുന്നുണ്ട്, കർമ്മയൊക്കെ പോകുന്നുണ്ട്. വൈക്കൂട്ടിൽ നിന്നാണ് പ്രാവ് ചിറകടിക്കുന്നുണ്ട്, പറക്കാനുള്ള ഈലാണ്. അപ്പോൾ നമുക്ക് ഇതിനെ വിടാം. അപ്പോൾ ഗൈസ്, പ്രാവ് നല്ലോണം സെറ്റ് പിടിച്ച് പറക്കുന്നുണ്ട്. അപ്പം അവർ അവിടെ നിന്ന് പറക്കട്ടെ. അപ്പോൾ കുറച്ചൊരു ക്ലിപ്പൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടാം.
എന്താ വെച്ചാൽ ഫുള്ളും പ്രാവ് പറക്കുന്ന കേട്ടാൽ നിങ്ങൾക്കൊരു ബോറടിക്കൂലേ. അതോട് മെയിനായിട്ട് പ്രാവ് എങ്ങനെയൊക്കെ പറക്കുന്നതെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ക്ലിപ്പ് ഇടുന്നുണ്ട് ഓരോ ഷോർട്ടായിട്ട്. അപ്പോൾ എന്തായാലും വലിപ്പോൾ പറക്കട്ടെ. എന്തായാലും ഹൈറ്റ് കയറി വരുന്നുണ്ട്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞ് ഇനി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് അത്യാവശ്യം നല്ലോണം പ്രാവ് ഹൈറ്റ് കയറിയിട്ടുണ്ട്. രണ്ടാളും നല്ല തുണ പിടിച്ചിട്ട് ഹൈറ്റിലുണ്ട്. അപ്പം മാക്സിമം ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഫോണിന് അത്ര ക്ലിയർ ഉണ്ടാവില്ല. അപ്പം ഇതാണ്, അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് പ്രാവുള്ളത്. അപ്പം മൂല അവിടെ തുണ പിടിച്ച് പറക്കട്ടെ. അപ്പോൾ ഗൈസ് പ്രാവ് കളത്തുനിന്ന് പോയിട്ടുണ്ട്. പ്രാവിനെ കാണുന്നില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു എർലാടനാണോ പരുന്താണെന്ന് അറിയില്ല, വട്ടമിടുന്നുണ്ട്. അപ്പോൾ പ്രാവ് വേറെ കളത്തിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും നമ്മളെ കളത്തുനിന്ന് പറക്കുന്നില്ല. നിങ്ങൾക്ക് മാക്സിമം സൂം ചെയ്ത് കാണിച്ചു തരാം. പറക്കുന്ന എർലാടനാണോ പരുന്താണെന്ന് അറിയില്ല. അപ്പം അത് അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും നമ്മളെ പ്രാവ് എവിടെയും വരികയായിരിക്കും. എന്തായാലും ഇപ്പം നമ്മളെ കളത്തിലില്ല. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് നമ്മളെ കളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രാവ് നല്ല ഹൈറ്റിലാണ്. അപ്പം എവിടെയോ പോയി വന്നിട്ടുണ്ട്. എന്തായാലും വന്നിട്ടുണ്ട് നമ്മളെ കളത്തിൽ. അപ്പോൾ പ്രാവ് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് പറക്കുന്നത്. അപ്പം അവരവിടെ നിന്ന് പറക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് നല്ലോണം താഴ്ന്നു വന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ല ഹൈറ്റിലാണെന്നും കയറിയേ. നമ്മൾ ആദ്യം കാണിച്ച ഹൈറ്റിലെക്കാട്ടിലും കൂടുതൽ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മളെ താഴ്ന്ന് പറക്കുന്നുണ്ടായിരുന്നു. എർലാടാനാ വരുന്നോന്ന് അറിയില്ല. എന്തായാലും അതുണ്ടായത് കൊണ്ട് പ്രാവ് എന്തായാലും ഹൈറ്റ് കയറിയിട്ടുണ്ട്. ഇതുവരെ കയറാത്ത ഹൈറ്റിലാണ് പ്രാവ് പറന്നത്. എന്തായാലും പ്രാവ് താഴ്ന്ന് വരുന്നുണ്ട്. അപ്പം വീണ്ടും നമ്മൾ കൈ കൊണ്ട് കൊട്ടിയാലൊക്കെ വീണ്ടും കയറും. അങ്ങനെയാണ് ഇതിനെ ശീലിപ്പിച്ചത്. അപ്പം ഇപ്പോൾ കൈ കൊണ്ട് കൊട്ടിയിട്ട് ഇപ്പോൾ വീണ്ടും മുകളോട്ട് കയറും. അപ്പോൾ ഗൈസ് നമ്മൾ കൈയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ അടിച്ചെടുത്ത ഐറ്റങ്ങളെ വീണ്ടും ഹൈറ്റ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് കയറി വരുന്നുണ്ട് വീണ്ടും. അപ്പം ഇവരെ ഇനി പറക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് പ്രാവ് വീണ്ടും താന്ന് പറക്കുന്നു. അപ്പം വീണ്ടും നമ്മൾ കൈ അടിച്ചു കൊടുത്തിട്ട് മേലോട്ട് വീണ്ടും കയറ്റാം. അപ്പം ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് കൈ അടിച്ചു കൊടുത്തിട്ട് വീണ്ടും പ്രാവ് ഹൈറ്റ് കയറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പ്രാവ് അതാ പറന്ന് വരുന്നുണ്ട്. ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല ഹൈറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ കാർമേക്കൊക്കെ പോയി ഇപ്പോൾ തെളിച്ചം വന്നിട്ടുണ്ട്. അപ്പം പ്രാവിനെ നോക്കാന്ന് വെച്ചാൽ സൂം ചെയ്ത് കാണേണ്ടി വരും. സൂം ചെയ്ത് കാണിച്ചു തരാം. പ്രാവിനെ കാണാനുണ്ടാവില്ല. ചെറിയ പൊട്ട് പോലെയാണ് പ്രാവിനെ കാണാൻ പറ്റുന്നത്. പ്രാവ് നല്ല ഹൈറ്റ് കയറിയിട്ടുണ്ട്. രണ്ടെണ്ണം തുണ പിടിച്ച് നല്ല ഹൈറ്റിലാണുള്ളത്. മാക്സിമം ഞാൻ സൂം ചെയ്തിട്ട് കിട്ടുന്ന പോലെ സൂം ചെയ്യുന്നുണ്ട്. അപ്പം പ്രാവ് നല്ല ഹൈറ്റിലാണ്. അപ്പോൾ ഇനി ഈറ്റകൾ ഇനി താന്ന് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം.
ഇപ്പോൾ ഗൈസ് നല്ല മഴയുണ്ട്. പ്രാതാ താന്നിക്ക. നമുക്ക് ഇതിനെ പെട്ടെന്ന് ഇറക്കണം. അപ്പോൾ ഗൈസ് പ്രാവ് ഇറങ്ങുന്നില്ല. പ്രാവ് ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. നല്ല മഴയുണ്ട് കണ്ടോ. അപ്പോൾ നല്ല മഴയാണ്. മഴ കൊണ്ടുകൊണ്ടാണ് പ്രാവ് പറക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറക്കാൻ നോക്കണം. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം ആണ് ഇറങ്ങി തന്ന് സ്റ്റാൻഡ് മേൽ. പക്ഷേ കുഞ്ഞിപ്പോഴും പറന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ് ഇപ്പോൾ. മാക്സിമം ഞാൻ കാണിച്ച് തരാൻ പറ്റുന്ന രീതി കാണിക്കാം. എന്താ വെച്ചാൽ ഫോണാണ്. അപ്പം വെള്ളം നനഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം കയറും ഫോണിൻ്റെ. അപ്പം മാക്സിമം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. മാക്സിമം ആരും മഴയത്തൊന്നും വീഡിയോ എടുക്കൂല ക്യാമറയും കൊണ്ട്. വെച്ചാൽ ഫോണാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്കൊക്കെ അടിക്കുക. അപ്പോൾ നമ്മളെ ഒരു പ്രാവ് ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇനിയിപ്പം അതിനെ ഇറക്കാൻ നോക്കണം. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് ഇറങ്ങി തന്നുണ്ട്. അപ്പോൾ കുറേ നേരമായി ഇറക്കാൻ നോക്കുന്നു. ഇപ്പോൾ ഇറക്കി കഴിഞ്ഞപ്പോൾ മഴയിൽ നിന്ന് അപ്പം 2 പ്രാവ് ഇറങ്ങി തന്നുണ്ട്. ഞാൻ മൊത്തം മഴയത്ത് കുളിച്ച്. അപ്പം പ്രാവ് വളർത്തൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. മഴയത്ത് നനയണം, വെയിൽ കൊള്ളണം, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ വെയിലിറക്കുന്നുണ്ട് ചെറുതായിട്ട്. സൂര്യനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ ഓവറായിട്ടുണ്ട് ലെങ്ത്ത് വീഡിയോൻ്റെ. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ പ്രാവിന് തീറ്റ കൊടുക്കുന്നൊന്നും ഇടുന്നില്ല. ഇനിയിപ്പോൾ അതും കൂടി ഇട്ടുണ്ടെങ്കിൽ കൂടുതൽ ലെങ്ത്താവും. അപ്പോൾ ഇനിയും ആൾക്കാർ കാണൂല. അപ്പം ഇത്രയും നേരം നമ്മളെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമുക്ക് ഇതേപോലെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.